ഗാനഗന്ധർവൻ എന്നും ഗന്ധർവ ഗായകൻ എന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന മലയാളത്തിന്റെ സ്വന്തം യേശുദാസിന്റെ മകനും സിനിമയിൽ നിന്ന് നിരന്തരം അവഗണനകൾ നേരിട്ടുവെന്ന് പറഞ്ഞാൽ ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് തന്നെ നെപ്പോട്ടിസം വലിയ ചർച്ചയായ ഈ സമയത്ത് വിജയ് യേശുദാസ് എന്ന ഗായകനും നടനുമായ യുവാവിന്റെ ജീവിതം പറയുന്നത് മറിച്ചുള്ള അനുഭവമാണ്. തുടക്കകാലത്ത് ദാസേട്ടന്റെ മകനായിട്ട് ഇത്ര കഴിവുകളെ ഉള്ളൂ എന്ന ചോദ്യമാണ് അയാൾ നിരന്തരം നേരിട്ടത്. പിതാവും പുത്രനും രണ്ട് വ്യക്തികളാണെന്നുള്ള അടിസ്ഥാന കാര്യം പോലും പരിഗണിക്കാതെ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും വലിയൊരു ശുദ്ധിവാദമാണ് സമൂഹം അയാളുടെ തലയിൽ വെച്ചുകൊടുത്തത്. പക്ഷേ അവിടെയാണ് വിജയ് യേശുദാസിന്റെ വ്യക്തിത്വത്തിന്റെ വിജയം. യേശുദാസിന്റെ മകൻ എന്ന നിഴലിൽ നിന്ന് കുതറിച്ചാടി സിനിമയിൽ അയാൾ തന്റേതായ സ്പേസ് ഉണ്ടാക്കി. അപ്പന്റെ കാലടികൾ പിന്തുടരാതെ പാട്ടിലടക്കം ഇയാൾ സ്വന്തമായി ഒരു സ്റ്റൈൽ ഉണ്ടാക്കി. യേശുദാസ് ജീൻസിനെതിരെ വിവാദ പ്രസംഗം നടത്തുമ്പോൾ മകൻ വിജയ് സ്റ്റൈലിഷ് ജീൻസും ടീഷർട്ടുമായി ഗാനമേള നടത്തുകയായിരിക്കും. കട്ട ദൈവവിശ്വാസിയായ കേരളത്തിലെ ദൈവങ്ങളെ പാടിയുറക്കുകയും ഉണർത്തുകയും ചെയ്യുന്ന ദാസേട്ടന്റെ മകൻ ക്ഷേത്രത്തിലോ പള്ളിയിലോ പോകാത്ത അവിശ്വാസിയാണ്. ഗായകൻ എന്ന നിലയിൽ മാത്രമല്ല, നടനായും വിജയ് വെള്ളിത്തിരയിൽ തിളങ്ങിയിട്ടുണ്ട്. തമിഴ് ചിത്രം മാരിയിലെ വില്ലൻ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തുടർന്ന് തമിഴ് ചിത്രമായ പടൈവീരനിലും വിജയ് പ്രധാന വേഷത്തിലെത്തി. 2010 അവൻ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് വിജയ് അഭിനയത്തിലേക്ക് കടന്നത്. സാൽമൺ 3D, കോളാമ്പി തുടങ്ങിയ ഏതാനും ചിത്രങ്ങളിൽ തുടർന്ന് അദ്ദേഹം വേഷമിട്ടു. മലയാളത്തിൽ ഭാവാർദ്രമായ മെലഡി ഗാനങ്ങൾ കുറയുന്നുവെന്ന വിമർശനങ്ങൾക്കിടയിലും വിജയ് യേശുദാസിന്റെ സ്വരത്തിൽ അത്തരത്തിലുള്ള ഒരു പിടി നല്ല ഗാനങ്ങൾ മലയാളി കേട്ടു. 2000 മില്ലേനിയം സ്റ്റാർസ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് പിന്നണി ഗാനരംഗത്തേക്ക് വിജയ് യേശുദാസ് എത്തുന്നത്. 2007 നിവേദ്യത്തിലെ കോലക്കുഴൽ വിളി കേട്ടോ, 2012 ഗ്രാൻഡ് മാസ്റ്ററിലെ അകലെയോ നീ, സ്പിരിറ്റിലെ മഴ കൊണ്ട് മാത്രം എന്നീ ഗാനങ്ങൾക്കും 2018 ജോസഫിലെ പൂമുത്തോളെ എന്ന ഗാനത്തിനും വിജയ്ക്ക് മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ, തുളു, തെലുങ്ക് എന്നീ ഭാഷകളിൽ പാടിയിട്ടുണ്ട്. ഇപ്പോൾ മനോരമ ന്യൂസിന് നൽകിയ വിജയ് യേശുദാസിന്റെ ഒരു അഭിമുഖം വൈറലാവുകയാണ്. അതിൽ തനിക്ക് ഒന്നും തളികയിൽ വെച്ച് കിട്ടിയിട്ടില്ലെന്നും ശക്തമായി പൊരുതിയാണ് നേടിയെടുത്തതെന്നും വിജയ് പറയുന്നു. ഈ ആധുനിക കാലത്ത് കുടുംബം, പാരമ്പര്യം എന്നിവയൊന്നും നിങ്ങളെ രക്ഷിക്കില്ലെന്നും ചിലപ്പോൾ അത് ബാധ്യതയാവുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. യേശുദാസിന്റെയും പ്രഭയുടെയും രണ്ടാമത്തെ മകനാണ് വിജയ്. അദ്ദേഹത്തിന് ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും ഉണ്ട്. യേശുദാസിന്റെ 3 ആൺമക്കളിൽ വിജയ് മാത്രമാണ് സംഗീത ലോകത്തേക്ക് എത്തുന്നത്. പക്ഷേ ചേട്ടനും അനിയനും അവരുടെ ലോകത്ത് സന്തുഷ്ടരാണെന്നാണ് താരം ഇപ്പോൾ പറയുന്നത്. നടുക്കുള്ള ആളായതുകൊണ്ടും മറ്റും വീട്ടിലെ കുസൃതി താൻ തന്നെയായിരുന്നെന്ന് വിജയ് പറയുന്നു. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.